എത്ര പൈസയായി കറണ്ടിലൊക്കെ അവിടെ അപരാധിക്കുന്നു. വാ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന തലേ തോർത്തിട്ടാണ് ഇറങ്ങിയേക്കുന്നേ. ഞാൻ അയ്യോ ഈ ഓഞ്ഞ മോന്തനിക്കാണല്ലോ ഇരിക്കുന്നത്. മറ്റേ കോണാനിട്ടോ, തലയിലെ കോണാനിട്ട് നീ തലയിലെ കോണാനിട്ടാ. നിന്റെ അടുത്ത് ഗണ്ണേ വീട്ടിലല്ലേ പറഞ്ഞു തലയിലെ കോണാനിട്. ഇങ്ങനെയാണ് ഈ ബേസിലുള്ളവന്മാരെല്ലാം പുറത്തിറങ്ങി നടക്കുന്നത്. കാരണം എന്താ, അവന്മാരുടെ മൂഞ്ച ലീഡറിന് പോലെ പുറത്തിറങ്ങി കൂടുള്ളവന്മാരുടെ മൂഞ്ച സ്വഭാവം കാരണം ലീഡറിന് പോലെ ഇതുപോലെ തലയെ തോർത്ത് വിട്ടോണ്ട് ഇറങ്ങണം. മനസ്സിലായോ? തലയെ കുറിച്ച് ഇറങ്ങാൻ പറ്റൂല. അല്ലല്ല, ഇവനല്ല ലീഡർ അർജുനൻ. പുള്ളിയൊന്ന് അടുത്ത ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്. അറിയത്തില്ലേ? അതെന്താ നിനക്ക് അറിയാത്തെ? അങ്ങനെ ഒരാളുണ്ടോ? എനിക്ക് കിട്ടിയത് മാറ്റി കൊടുക്കും. ഇത് നിനക്കല്ല വന്നത്, നിന്റെ ലീഡർ ഇട്ടാന്നത്. മനസ്സിലായോ? അത് എന്തിനാന്ന് വെച്ചാൽ നിന്നെപ്പോലുള്ളവരെ വിളിച്ച് ക്യാങ് കയറ്റിന്. ഇത് ചെന്ന് പറയണം അർജുനന്റെ അടുത്ത്, നിനക്കിട്ടല്ല ലീഡർ ഇട്ട. ഇല്ല സമാധാനം സംസാരിച്ചു, എല്ലാരും സംസാരിച്ചോ. ഹാപ്പി ക്രിസ്മസ്. ചന്ദ്രൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ലല്ല, ഇവൻ എന്തായാലും ഹോസ്റ്റയല്ലേ എന്തിനു. നമുക്ക് ഈ പ്രാവശ്യം വെറൈറ്റി ഹോസ്റ്റേ ആക്കിയല്ലോ. ഇവനെ ക്രിസ്മസ് ആക്കിട്ടെ അവന്മാരുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് അത് നല്ലൊരു ഇതാണ്. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ പരിപാടി ഇപ്പൊ ഒരു 10 മിനിറ്റ് അമ്മ ഗ്യാങ്സിലൂടെ പോരുന്ന പോരാടാ. എന്താ കേറില്ല എങ്ങനെ നോക്കിയാലും എടാ ഇവിടെ സംസാരിക്കില്ല, ഒന്നും കേൾക്കുന്നില്ല. എന്താ കേട്ടില്ല? മനസ്സിലായി. ഇല്ല അവിടെ പോണ്ട വേറെ എവിടെ കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞത്. ഡ്രസ്സൊക്കെ വേറെ മുതുക്കി ഡ്രസ് മാറ്റി മുതുക്കൊണ്ട് കളിപ്പിക്കടാ. ഇവനെടുക്കാനാ മോനെ കയ്യാത്തിടാ. എടാ നീയാണ് ലക്കിയസ്റ്റ് ഹോസ്റ്റേജ് കേട്ടോ. അച്ഛനെ എടാ യവൻ വല്ല സിറ്റുവേഷനിലുള്ള പയ്യൻ തന്നെയാണ്. അവൻ എന്റെ കൂടെ കയറുവാ. ജീവനിൽ പേടിയുണ്ടെങ്കിൽ എന്റെ കൂടെ കയറിയോ? അതാണ് നല്ലത്. മറ്റേ അർജുനൻ സമ്പാദിച്ചിട്ട വണ്ടിയല്ല. ഇല്ലടാ ഞാൻ കയറാൻ പറഞ്ഞ കണ്ട ഞാൻ കയറാൻ പറഞ്ഞ. എടാ ഇല്ല വണ്ടി എടുത്തോ. എടാ ഇവ എന്തായാലും പ്രശ്നത്തിലേക്ക് ഉണ്ടായിരുന്നാണോ കണ്ണാ? പിന്നെ ഇവനാണ് മെയിൻ പ്രശ്നമല്ലായിരുന്നു. ഇവനല്ലായിരുന്നു മറ്റേ സേഫ് സോണിൽ ഓടിക്കേറി മെയിൻ പ്രശ്നം. അല്ല ഇവന്റെ സംസാരിച്ചായിരുന്നു എന്തെങ്കിലും റോങ് ആയിട്ട് നമ്മുടെ സംസാരിച്ചു. പിന്നെ റോങ് ഇവൻ ജുഗ്രുവിനെ താളം വിട്ട് അടിച്ചിട്ട് ഇവൻ നേരെ സേഫ് സോണിൽ കയറിയിട്ട് അങ്ങ് അടയിരുന്നത്. എന്നിട്ട് സേഫ് സോണിൽ വന്നിട്ട് നമ്മളെ മുട്ടം കൊണ നമ്മളെ മറ്റേ കുനിഞ്ഞിരിക്കുന്നവന്മാരാണ് ഇവരുള്ളവന്മാര്. അതൊക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും മുണ്ടല്ലേ. ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ വാക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് വണ്ടി എടുത്തണേ. ഒരു മദർ തെരേസ അവാർഡ് അവന് കൊടുക്കട്ടെ. ഒന്നും പറയാത്തേനെ ഡ്രസ് വാങ്ങടാ. എനിക്കറിഞ്ഞോട്ടെ ലക്കിയസ്റ്റ് ഹോസ്റ്റേജ് ആണോ? ലക്കിയസ്റ്റ് ഹോസ്റ്റേജ് ഇല്ലടാ സമയങ്ങളായില്ലടാ കണ്ണ. ആണല്ലേ? എടാ ക്രിസ്മസ് അപ്പയുടെ മാസ്കിന്റെ ഐഡി എന്ന് പറഞ്ഞെടുത്തടാ. പിന്നെ ചുവന്ന ഡ്രസ്സും പപ്പ അല്ല ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് നീ നിന്റെ സേവ് ചെയ്ത് കൊണ്ടിട്. എന്നിട്ട് ക്രിസ്മസ് അപ്പയുടെ മാസ്ക് ഇട്ടാ. അത്രേ ഉള്ളൂ. മാറ്റം വരണ്ടടാ എനിക്ക്. എടാ സാറൊക്കെ തന്നെ കണ്ണാപ്പി പറഞ്ഞോണ്ട് എനിക്ക് അറിയത്തില്ല. ഇവൻ എന്തേലും പ്രശ്നത്തിനുണ്ടായിരുന്ന പയ്യനാണാ? ഓ ഇവനാണ് മെയിൻ പ്രശ്നം. ഇവനാണ് മറ്റേ ജുഗ്രുവിന്റെ അടുത്ത് മറ്റേ ടി വി എത്തിയിട്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടുന്ന് ഒന്ന് പുറത്തൊന്ന്
ജുഗുർ മാത്രം വന്നേ, ബാക്കിയുള്ള രാത്രിയിരുന്നോ? എടാ ഇവനാണോ നിന്റെ അടുത്ത് കൊണച്ചേ? ഓക്കെ ഓക്കെ, ഇപ്പൊന്നും പറയുന്നില്ല, അവ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. അവിടുന്ന് സംസാരിച്ച് നേരെ എന്നിട്ട് മുതുക്കി വന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്നും മിണ്ടാതെ കേറി പോയി. കുറെ നേരം ഇങ്ങനെ പാവം പോലെ അഭിനയിക്കാനായിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമ്മള് റേഡിയോ എന്തെങ്കിലും പറഞ്ഞ അവൻ പോയി എന്തെങ്കിലുമൊക്കെ വലിച്ചു കളയും. തന്നല്ലേ? ഓ കളിപ്പാട. ശരി ശരി ശരി, ഓക്കെ ഓക്കെ, മനസ്സിലായി. അത്രേ ഉള്ളു മോനെ, അത്രേ ഉള്ളു. നീ ആ പാന്റ് അങ്ങ് മാറ്റി വല്ല ജെട്ടി നമുക്ക് കോളിഡർ സസ്പെൻഷൻ അത് കഴിഞ്ഞിട്ടാ അടിച്ചടിച്ചടിച്ചോ ഒന്നിന്ന് വല്ല അടിച്ചടിച്ചടിച്ചോ. നമുക്ക് കരയോളി ഇൻഫ്രണ്ടാവും ദിവ്യ ഗ്യാഗോസ് കിട്ടാൻ. എടാ നീ ആ പാന്റ് അങ്ങ് മാറ്റി, പാന്റ് അങ്ങ് മാറ്റി ജെട്ടി വല്ല എടുത്താല്. അല്ലല്ല ലേഡീസ് ആക്കിട്ട് ഇതെന്താ നീ ആണായിട്ട് നടന്നോന്നേ? ഒന്നാമത് നിനക്ക് പെണ്ണാച്ചിയുടെ സ്വഭാവമാണ്. എന്ത് പിന്നെ ആമ്പിളാരെ പോലെ നടക്കുന്ന ആവശ്യം? തീരാൻ പോകുന്നു. സാനോട് ഇത് മതി, ഇതൊക്കെ മതിയാ കണ്ണാ, ഇതൊക്കെ മതി. ചന്ദ്രു അവരെ കൂടെ വിളിക്കാം, ഇവന്റിന് അവരെ കൂടെ വിളിക്കാം. 445 എടാ ഹലോ എടാ EVX ഞാൻ റെഡി, EVX റെഡി അല്ല. 445. ഹലോ ബ്രോ കേക്കാവോ? ബ്രോ ഹോസ്റ്റേജ് എടുത്ത് എന്തിനായിരുന്നു അവനെ? ഇവന്തിനെ പറയാ ബ്രോ ആള് അബ്യൂസീവ് ആയിട്ട് നമ്മളെ പറ്റി സംസാരിച്ചപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഹോസ്റ്റേജ് എടുത്ത്. എന്തായാലും വിടും ബ്രോ, പേടിക്കണ്ട, വിടും. എന്തായാലും വിടും, പക്ഷെ പിടിച്ച് പറയണതൊക്കെ നമ്മുടെ സൗകര്യം പോലെ. ഞാൻ നിന്നെ വിളിച്ച് അറിയിക്കാൻ നിങ്ങക്ക് വേണമെങ്കിൽ വന്ന് കാണാനൊക്കെ മുതുക്കി കയറോ പെട്ടെന്ന്. അപ്പൊ ബ്രോ പറ്റോടെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ കേട്ടാ. നിങ്ങളുടെ കൂടെ ഉള്ളവനെ മറ്റേ ഇരുന്ന് ഡാൻസ് വന്നോണ്ടിരിക്കുക. എടാ നിനക്ക് ഞാൻ കാര്യം ചോദിച്ചു, എടാ നിനക്ക് വേറെ പ്രശ്നങ്ങളുണ്ടോ? ഡാൻസറിന് കുഴപ്പമൊന്നുണ്ടോ? EVX ഇല്ലല്ലോ ബ്രോ. നീ നിനക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാ? അല്ല നീ ഓക്കെ അല്ലേ? നീ ഇത് ചെയ്യാൻ ഓക്കെ അല്ലേ? നിനക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടോ? നീ വിഷമിച്ചിരിക്കുന്നു? വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അതിനകത്ത് നീ പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിന് ഫുള്ള് ക്രോസ് ബ്രീഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾ ഫുൾ ആയിട്ടൊന്നും പറഞ്ഞു ക്രോസ് ബ്രീഡ് എന്നൊക്കെ പറഞ്ഞു. ബ്രോ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഗ്യാങ്ങിൽ ചില പ്രശ്നമുള്ള മനസ്സിലായോ? ഇല്ല ഞാൻ ഇതുവരെ ഈ പറഞ്ഞ കണക്കിന് നിങ്ങളുമായിട്ട് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഞാൻ അവിടെ നിങ്ങളാണെന്ന് അറിയില്ല. ബ്രോയിലെ ഗ്യാങ്ങിലുള്ള ഒരു തന്നെ ബ്രോ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നിങ്ങളെ ഓപ്പൺലി ഞാനൊക്കെ പറയണം ബ്രോ, ലീഡറിന്റെ കഴിവുകളാണ്, മനസ്സിലായോ? പുള്ളി ആദ്യം പറഞ്ഞായിരുന്നു, പുള്ളി അടുത്ത ഇപ്പൊ ഓരോരുത്തരും നിൽക്കുന്നു ഇവിടെ തന്നെ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ ഈ ഓരോ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വലുതാ. അപ്പൊ അതിനെ ഫുൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഇത് മെയിൻ ഇഷ്യൂ ബ്രോ അല്ല ബ്രോ, ഇത് ലീഡറിന്റെ കഴിവുകളാണ് ഇപ്പൊ കാണുന്നത്. വണ്ടി ഞാൻ ഓപ്പൺലി ഒക്കെ പറഞ്ഞതാണ്. ഈ വണ്ടി താരം ആളെ
നാളെ വിളിച്ചോണ്ടിരാ. എനിക്ക് ചില സമയത്ത് എന്റെ മനസ്സലിഞ്ഞു. എന്റെ അടുത്ത് വല്ല അല്ല, എനിക്ക് കുണച്ചില്ലെങ്കിൽ വലിയുന്നുണ്ട്, എനിക്ക് വലിയുന്നുണ്ട്. എന്റെ അടുത്ത് കുണച്ചെങ്കിൽ എനിക്ക് അപ്പാലി മനസ്സ്. പക്ഷെ കുണച്ചില്ലെങ്കിൽ എനിക്ക് അപ്പാലി മനസ്സ്. സോറി ഒക്കെ പറഞ്ഞ അപ്പ വീഴും. സത്യോടാ എന്നെ തള്ളക്ക് എനിക്ക് പറ്റത്തില്ല. ആണാണ് സത്യം, എനിക്കും അങ്ങനെ. പക്ഷെ അത് വല്ലാത്ത പ്രശ്നമാണ്. അല്ല അത് വെച്ച് തുടക്കത്തിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചന്ദ്രൻ വരെ തന്തയ്ക്ക് വിളിച്ചേനെ. പിന്നെ കുഴപ്പമില്ല. ഒന്നാ കിടക്കാനല്ല ഞാനേ കാഴ്ചക്കാരോടൊന്ന് പറഞ്ഞു. കരോളത്തെ എടാ കണ്ണാപ്പി, നീ എന്തിനാ അവന്റെ ലീഡറിനെ പറഞ്ഞേ? യവനല്ലേ കുണച്ചെന്ന് പറഞ്ഞ നീ? ഓ റേഡിയോ മെയിൽ. കണ്ണാപ്പി, യവനല്ലേ കുണച്ചെന്ന് പറഞ്ഞ നീ എന്തിനാ ലീഡറിനെ പറഞ്ഞേ? അല്ല, അവന്റെ ലീഡറാണ് കുണച്ച, യവനാണ് കുണച്ചത്? യവനാ? എന്നാ യവനെ പറഞ്ഞാ പോരെ? ഇല്ല, ലീഡറിനെ അങ്ങനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ലീഡറിന്റെ കഴിവേടെന്നേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. പാടുന്നുണ്ട്. ഞാൻ കണ്ണ പറ. ആ ഇവന്റെ ലീഡറിനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. അല്ലല്ല, മോശമായിട്ടില്ല. ഞാൻ വിചാരിച്ചവൻ ലീഡർ എനിക്ക് പറഞ്ഞേന്ന് റോങ് ആയിട്ട്. അയ്യോ, കയറി ഇറങ്ങും വീട്ടന്മാരി അതോ ലോകം അത് ഇതൊക്കെ പറഞ്ഞു. മനസ്സിലായി? ഇപ്പൊ അമ്പി കളിച്ചിരിക്കുകയാണ്. എന്നിട്ട് മുതുക്കി കയറിയിട്ട് മുട്ട ഗുണായിരുന്നു. എന്റെ അടുത്ത് മുട്ട ഗുണായിരുന്നു.